അങ്ങനെ ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പ് യാത്രയാകുവാണ് സുനിലച്ചൻ്റെ കൂട്ടത്തിൽ. ഇത്തവണത്തെ യാത്രയ്ക്ക് പ്രത്യേകതയുണ്ട്. നമ്മൾ പോകുന്നത് കാനഡ ടൊറൻറ്റോയുടെ അടുത്ത് ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഏകദേശം 800 കിലോമീറ്റർ, അതായത് 550 മൈലുകളുണ്ട്. സുനിലച്ചനാണ് ഓടിക്കുന്നത് ടെസ്ല മോഡൽ വൈയിൽ. നമ്മളിത് പരീക്ഷിക്കാൻ പോകുന്നത് ആദ്യത്തെ സ്ട്രെച്ച്, അതായത് ഇവിടുന്ന് ചിക്കാഗോയിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ഗരാജിൽ നിന്ന് ഇറങ്ങുന്നു. അവിടുന്ന് മാർഷലിൽ ചാർജിങ് സ്റ്റേഷൻ വരെ 3 മണിക്കൂർ 15 മിനിറ്റ് 207 മൈല് കംപ്ലീറ്റ്ലി ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സുനിലച്ചന് വണ്ടി ഓടിക്കാൻ അവിടെ ഇരിക്കുന്നെങ്കിലും വണ്ടി ഓടിക്കുന്നത് വേറെ ആളായിരിക്കും എന്നുള്ളതാണ് കാര്യം. വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സുനിലച്ച, അപ്പം 305 മൈല് സ്റ്റാർട്ട് സെൽഫ് ഡ്രൈവിങ്ങിലേക്ക് അങ്ങോട്ട് ഞെക്കിക്കൂ. ഇതാ പോവുകയായി, സാധനം പോവുകയായി. നമ്മളിത് സുനിലച്ചനൊന്നും ചെയ്യുന്നില്ല, ഗരാജിൽ നിന്ന് നമ്മുടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ വണ്ടി ബാക്കപ്പ് ചെയ്തു, വണ്ടി പോകുന്നു. വണ്ടിയുടെ റൂട്ട് കാര്യങ്ങളെല്ലാം വണ്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബാക്കപ്പ് ചെയ്യുന്നു. എല്ലാം സുനിലച്ച അനങ്ങുന്നില്ല, ഇങ്ങനെ പിടിക്കുന്നു. അതെ, പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ ഇതാ വരുന്നത് 3 മണിക്കൂർ 15 മിനിറ്റ് നേരത്തേക്ക് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇത് ഫുൾ ഡ്രൈവ് വീഡിയോ എടുക്കുന്നില്ല, കാരണം 3 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് അരോചകമായി മാറും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ലോക്കൽ കയറി എക്സ്പ്രസ് വേ കയറുന്നത് വരെയുള്ള കാര്യങ്ങൾ എടുക്കുന്നു. അതിനുശേഷം വണ്ടി എക്സ്പ്രസ് വേയിൽ നിന്ന് എക്സിറ്റ് ആകുന്ന ഭാഗവും നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇതാ എല്ലാ സ്റ്റോപ്പ് സൈനിൽ കൃത്യമായിട്ട് നിർത്തി. സുനിലച്ചനൊന്നും ചെയ്യുന്നില്ല, കൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത സ്റ്റോപ്പ് സൈനിലേക്ക് എത്തുന്നു, സിഗ്നൽ ഇടുന്നു. സുനിലച്ച, എന്തെങ്കിലും ചെയ്യണം തോന്നുന്നുണ്ടോ? വേണ്ട, എന്തെങ്കിലും ചെയ്ത വണ്ടിയോട് നിൽക്കും. നിങ്ങളങ്ങനെ തനിയെല്ലാം പിടിച്ചു പോകുന്നു. അതെ, അടുത്ത സ്റ്റോപ്പ് സൈൻ വരുന്നു. ഇനി ഇതൊരു നല്ലൊരു സ്റ്റോപ്പ് സൈനാണ്, കാരണം ഇതൊരു മെയിൻ റോഡിലേക്കാണ് കയറുന്നത്. ഇത് സ്റ്റോപ്പ് സൈനിൽ നിർത്തി. അപ്പോൾ അവിടെ നിന്നുള്ള വണ്ടി കാണാൻ വേണ്ടി അവനത് ക്രീപ്പ് ചെയ്ത് മുമ്പോട്ട് കയറി നിന്നിട്ട്, അപ്പം കയറി നിന്ന് അവിടെ നിന്നുള്ള വണ്ടി എല്ലാം പോയതിന് ശേഷം ഇത് മനോഹരമായിട്ട് തിരിഞ്ഞ് മാറിപ്പോവുകയാണ്. കാരണം ഡിസ്റ്റൻസ് എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. സുനിലച്ചൻ്റെ കൊന്തയുണ്ട്, എല്ലാം വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഡിസ്റ്റൻസ് എല്ലാം കീപ്പ് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇതാ പോകുന്നു. ഇനി ഇതിനകത്ത് ഒരു പലരും ചോദിക്കാറുണ്ട്, FSD ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് പേടിയാണ്, ടെസ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത്. ഇതുവരെയും സോഫാർ സുനിലച്ചൻ തൊട്ടിട്ടില്ല. അപ്പോൾ അവിടെ നോക്കേണ്ടത് മുമ്പോട്ട് നോക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മറ്റൊരാൾ ഓടിക്കുന്നതിനേക്കാൾ സേഫായിട്ട് 360 ഡിഗ്രി ക്യാമറ വഴിയെല്ലാം വ്യൂ ചെയ്ത് വരുന്ന വണ്ടികളുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും സൈഡിൽ കൂടെ വരുന്ന വണ്ടിയും പുറകിൽ കൂടെ വരുന്ന വണ്ടിയുടെയും എല്ലാം സ്പീഡും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ കണക്കൂട്ടലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ സിഗ്നൽ ലൈറ്റ് പച്ചയാണോ അത് ചുമലയാണോ എല്ലാം കാണാൻ സാധിക്കും. ഫ്രണ്ടിലൊരു ഗ്രീൻ വരുന്നുണ്ട്, നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം അറിയാം. ഈ അവിടുത്തെ സിഗ്നൽ ഗ്രീൻ ആണ്, അത് ഇതായി യെല്ലോ ആയപ്പോൾ നിർത്തി റെഡായി. കൃത്യമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രീനിൽ നിന്ന് യെല്ലോയിലേക്ക് മാറുമ്പോൾ അത് കഴിഞ്ഞ് എത്ര സെക്കൻഡ് ഉണ്ട്, ആ സെക്കൻഡിൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ പോകും. അത് കൃത്യം കാൽക്കുലേഷനാണ്. ആ സെക്കൻഡിൽ നമ്മുടെ എല്ലാം പോകാൻ പറ്റില്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിർത്തും. ഇപ്പോൾ അതാണ് കൃത്യമായിട്ട് വന്ന് ആ ലൈനിൽ വന്ന് മനോഹരമായിട്ട് നിർത്തിയിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ പുറകിലുണ്ടോ സൈഡിലുണ്ടോ ലൈൻ. ഈ ലൈനിൽ നമ്മുടെ വണ്ടി നിൽക്കുന്നു, അതിൻ്റെ പുറകിൽ വേറെ വണ്ടി വന്നു, മറ്റ് 2 ലൈനുകളിൽ വന്നു, ക്രോസ് ചെയ്ത് വണ്ടി പോകുന്നു, എല്ലാം കാണാതെ എല്ലാം. അതായത് ഈ 3 മണിക്കൂർ 13 മിനിറ്റ് 206 മൈല്
അവിടെ മാർഷൽ എന്ന് പറഞ്ഞ മിഷിഗനിലെ മാർഷൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ചാർജിങ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ 18% ബാറ്ററി ചാർജ് ഉണ്ടായിരിക്കും. അവിടെ നിന്നാണ് അത് റീഫിൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡ്രൈവിംഗ് പ്ലാന്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മണിക്കൂറും 13 മിനിറ്റും, അതായത് ഈ മാർഷലിൽ ഇനിയിപ്പോൾ 206 മൈൽ വരെ നമ്മൾ ഒരു ഇൻ്റർവെൻഷനും ഇല്ലാതെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്തപ്പോൾ 340 മൈൽ, ഏകദേശം 340 മൈൽ പോകാനായിട്ടുള്ള ചാർജ് ഉണ്ടായിരുന്നു. അതായത് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ടെസ്ല മോഡൽ Y 2025 മോഡല് റെയർ വീൽ ഡ്രൈവ് ആണ്. ലോങ് റേഞ്ച് റെയർ വീൽ ഡ്രൈവ്. അതായത് റെയർ വീൽ ഡ്രൈവ് ആയത് കാരണം 340 മൈൽ ഇതിന് റേഞ്ച് ഉണ്ട്. ഈ 340 മൈൽ റേഞ്ച് ഉണ്ട്. അപ്പം ഏകദേശം ഈ നമ്മൾ 206 മൈലിൽ കഴിയുമ്പോഴാണ് ഇവർ ചാർജിങ് സ്റ്റേഷൻ ചാർജ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാതെ കാണുന്നവർ കിലോമീറ്റർ കണക്ക് കൂട്ടുന്നവർ 306 കിലോമീറ്റർ അല്ല, ഇത് 306 മൈലാണ്. അത് ഏകദേശം 500 താഴെ, ഏകദേശം 400-നും 450-നും 500-നും ഇടയ്ക്ക് കിലോമീറ്ററുകൾ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് പോയിരിക്കുകയാണ്. മെയിൻ റോഡിലേക്ക് കയറി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഷിക്കാഗോയിൽ നിന്നുള്ള ഡെംസ്റ്റർ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു റോഡിലേക്ക് നമ്മൾ കയറി. ഇതെല്ലാം കയറിയതൊന്നും സുല്ലച്ചൻ തൊട്ടിട്ടില്ല. സെൽഫ് ഡ്രൈവിംഗ് 2 ഓപ്ഷൻസ് ഇല്ലേ? ഹറിയുണ്ട്, മാഡ് മാക്സ് ഇട്ട്. അപ്പോൾ മാഡ് മാക്സ് ആണ്, ഹറിയിലായിരുന്നു നടന്നത്. നമുക്ക് സെൽഫ് ഡ്രൈവിങ്ങിന് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. മാഡ് മാക്സ് എന്ന് പറഞ്ഞതാണ് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ലൈനൊക്കെ ചേഞ്ച് ചെയ്ത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് നമ്മൾ പോസ്റ്റഡ് സ്പീഡിനേക്കാളും അല്പം മുകളിൽ മെയിൻറ്റെയിൻ ചെയ്തു. അതായത് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. പിന്നെ അതിന് താഴെയുള്ള ഹറി മോഡുണ്ട്, അങ്ങനെ സ്റ്റാൻഡേർഡ് മോഡുണ്ട്, അങ്ങനെ കുറേ മോഡുകൾ കൂടി ഉണ്ട്. ഞാൻ സാധാരണ സ്റ്റാൻഡേർഡിലേക്ക് പോകാറില്ല, ഹറിയിലും പോകാറില്ല. മാഡ് മാക്സ് ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം മാക്സിമം സ്പീഡിൽ നമ്മൾ സാധാരണ ഒരു ആൾക്കാർ ഉപയോഗിക്കുന്ന രീതിയിൽ പോവുകയാണ്. കാരണം ഐ ട്രസ്റ്റ് ദ കാർ ദാറ്റ് മച്ച്. ഇപ്പം മാഡ് മാക്സിലാണ് കിടക്കുന്നത് ഇപ്പോൾ. ഇനി ഇവിടെ അടുത്ത പോർട്ടർ റോഡിൽ തിരിയാനായിട്ടാണ് കാണിക്കുന്നത്. പോർട്ടർ റോഡ് എത്തിയിരിക്കുന്നു. അവിടെ സിഗ്നലൊക്കെ ഇട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറി നല്ല കൃത്യമായിട്ട് ഇനി അവിടുന്ന് തിരിയുന്ന കാണാം. സിഗ്നല് ഗ്രീൻ ആകുമ്പോൾ അവിടുന്ന് കൃത്യമായിട്ട് മനോഹരമായിട്ട് തിരിയുന്ന കാണാൻ സാധിക്കും. സുല്ലച്ചൻ വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. ചുമ്മാ ഇത് നഗരം കാണുന്നു. പേരിനൊരാൾ ഓടിക്കാനാണെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ആണ് കൃത്യമായിട്ട് നല്ല മനോഹരമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. നല്ല ഒരു സാധാരണ ഒരു മനുഷ്യൻ ഓടിക്കുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയുന്നു? അതെ, ഒന്നും അറിയണ്ട, നോക്കി മൊത്തം എല്ലാം കണ്ടുപോകാം. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് സ്ഥലമൊന്നും കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ ടെൻഷനിലല്ലേ. ഇതൊന്നുമില്ല. സാറിന് പലപ്പോഴും ആഗ്രഹിക്കുന്നതിനെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കും. ഞാനത് 2018 മുതൽ എനിക്ക് ടെസ്ല ഉണ്ടാണ്. 2018 വണ്ടിക്ക് ഫുൾ സെൽഫ് ഡ്രൈവിങ് ഞാൻ പർച്ചേസ് ചെയ്തതാണെങ്കിലും അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഫുൾ സെൽഫ് ഡ്രൈവിങ് വളരെ പരിമിതമായിട്ടുള്ളതായിരുന്നു. അതായത് ഗ്രാജുവലിയാണ് അവരത് ബിൽഡപ്പ് ചെയ്ത് വന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന 14.2 ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമായി. അതിനും പല വേർഷൻസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഉപയോഗിച്ചിരുന്നതാണ് എനിക്ക് ഈ വണ്ടിയെ പൂർണ്ണമായിട്ടും അറിയാം. ട്രസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഓരോ ലെവലും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോഴത്തേനും പിള്ളേരെ ട്രസ്റ്റ് ചെയ്യുന്നതല്ലേ. കുഞ്ഞായിരിക്കുമ്പോഴത്തേനും അവർ നടക്കാൻ തുടങ്ങുമ്പോഴത്തേനും അവരെ ഹെൽപ്പ്, അങ്ങനെയുള്ള ആ ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻ്റാണ് ഈ FSDക്കും വന്നിരിക്കുന്നത്. ഇപ്പം കൈയും കെട്ടിയിരിക്കുന്നുണ്ടോ? കൈയും കെട്ടിയിരിക്കുന്നുണ്ടോ? പിടിക്കേണ്ട ആവശ്യമില്ല. സുല്ലച്ചൻ കാര്യം പറഞ്ഞ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നപ്പോഴത്തേനും വലിയ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തോണ്ടാണ് വന്നത്. ഇവിടെ വന്ന് വണ്ടി ഓടിക്കാനായിട്ടൊക്കെ റെഡി ആയിട്ടാണ് വന്നത്. പക്ഷെ വണ്ടി ഓടിക്കാനെന്നും പറഞ്ഞ് ഞാൻ കയറ്റി ഇരുത്തി. ഇനി ആര് ചോദിച്ചാലും എനിക്ക് കാണിക്കാമല്ലോ. വണ്ടി ഓടിക്കാനെന്ന് പറഞ്ഞ് കയറി വണ്ടി ഓടിക്കുന്നില്ലല്ലോ. ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന്
പോലീസ് ചോദിച്ചാൽ കാണിക്കാമല്ലോ. ഇന്റർനാഷണൽ ഇത് ലൈസൻസ്. നമ്മൾ ഡംസ്റ്ററിലേക്ക് തിരികെയാണ്. നേരത്തെ ഗോൾഫിൽ നിന്ന് പോർട്ടർ എടുത്തു, ഗോൾഫിൽ നിന്ന് പോർട്ടറിലേക്ക് തിരിഞ്ഞു, വീണ്ടും പോർട്ടറിൽ നിന്ന് ഡംസ്റ്റർ സ്ട്രീറ്റിലേക്ക് തിരിയാനായിട്ട് കിടക്കുന്ന ഭാഗമാണ്. ഇതെല്ലാം സ്വയം മനോഹരമായിട്ട് വണ്ടി തന്നെ തിരിഞ്ഞതാണ്. ഇത് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊന്നും ഒരു ഡെമോൺസ്ട്രേഷനാണ്. നമ്മൾ മലയാളികളുടെ ഇടയിൽ പൊതുവേ ഒരു ധാരണയുണ്ട് ഇത് ചാർജ് ആങ്സൈറ്റി, അതുപോലെ തന്നെ ഇത് ചാർജ് എപ്പോഴും ചാർജ് ചെയ്യണ്ടേ, അതോടൊപ്പം തന്നെ ഇത് FSD അതെങ്ങനെയാവും. അത് ഞങ്ങൾക്ക് ടെസ്ല ഉണ്ട്, പക്ഷേ ഞങ്ങൾ FSD ഉപയോഗിക്കാറില്ല. FSD ഇല്ല. ഒരു കാര്യമുണ്ട്, FSD ഇല്ലാത്ത ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും വേസ്റ്റ് ഓഫ് ടൈമാണ്. കാരണം ടെസ്ലയുടെ തന്നെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഈ ടെക്നോളജിയാണ്. അല്ലാതെ 2 ഇലക്ട്രിക് മോട്ടോർ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറായി, അതുകൊണ്ട് കാര്യമില്ല. അതായത് കണ്ടോളൂ, ഇപ്പം ആ ഗ്രീൻ ലൈറ്റിൽ സിഗ്നലൊക്കെ ഇട്ട് തന്നെ കൃത്യമായിട്ട് തിരിയുന്ന ഭാഗമാണ് നമുക്ക് കാണുന്നത്. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ആൾക്കാർക്കെല്ലാം ഒരു അല്പം ഭയമുള്ള കാര്യമാണ്. സാധാരണ ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് അമേരിക്കയിലെ എക്സ്പ്രസ് വേയിലേക്ക് കയറുമ്പോൾ ആദ്യമൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്താണെന്ന് പറഞ്ഞാലും നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ എക്സ്പ്രസ് വേയിലേക്ക് മേർജ് ചെയ്യുമ്പോൾ അതൊരു അല്പം ടെൻഷൻ പിടിച്ച കാര്യമാണ്. നമ്മൾ കുട്ടികളെയൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ടെൻഷനോട് കൂടി അവർ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഈ എക്സ്പ്രസ് വേയിലേക്ക് നമ്മൾ മുകളിൽ കാണാൻ സാധിക്കും. 294 എന്ന് പറഞ്ഞാൽ ഷിക്കാഗോയിലെ ഒരു പ്രധാന ട്രൈ സ്റ്റേറ്റ് ടോൾവേ ആണ്. മുകളിൽ കൂടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്നത്. ഇപ്പോൾ അവത്തിലേക്ക് വണ്ടി തന്നെ സിഗ്നലൊക്കെ ഇട്ട് കയറി മെർജ് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് സുല്ലച്ച നോക്കിയിരുന്നു കേട്ടോ. ടെൻഷനുണ്ടോ? സുല്ലച്ചൻ ടെൻഷനൊന്നും ഇല്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സുല്ലച്ചൻ വന്നതിന് ശേഷം പല പ്രാവശ്യം ഈ ടോൾ റോഡിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മെർജ് ചെയ്യുന്നത് കണ്ടതാണ്. ഇന്നലെയും തിരക്ക് ഉള്ള സ്ഥലങ്ങളിലൂടെയാണല്ലോ പോയത്. അതെ, എയർപോർട്ടിന്റെ ഏരിയയിലൂടെയും. ഇതാ കണ്ടോളൂ, ഇപ്പം അതാണ് ആ 294 കാണുന്നത്. 294 എക്സ്പ്രസ് വേ ആണ് ഇത്. ഇവിടെ കാണിക്കുക, ഇതാണ് മെർജ് ചെയ്യുന്നത്. സിഗ്നലൊക്കെ ഇട്ടു, അതിനപ്പുറത്തെ ലൈനിൽ വണ്ടി വരുന്നുണ്ടെന്ന് നോക്കി സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്. പുറകിലൊരു ട്രക്ക് വരുന്നുണ്ട്, ആ ട്രക്കിലേക്ക് വെച്ച് എക്സ്പ്രസ് വേയിലേക്ക് കയറി, മിഡിൽ ലൈനിലേക്ക് കയറി. അതും എല്ലാം സ്വയം ചെയ്യുന്നതാണ്. അവിടുന്ന് ഇപ്പോൾ 2ാമത്തെ ലൈനിലേക്ക് കയറി. ഇനി ഏതാനും നിമിഷങ്ങൾക്ക് ഫാസ്റ്റ് ലൈനിലേക്ക്. അപ്പോൾ അവിടുത്തെ ആ വണ്ടി പാസ് ചെയ്തതിന് ശേഷം ഇത് വളരെ വളരെ സേഫായിട്ട് എക്സ്പ്രസ് വേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഈ എക്സ്പ്രസ് വേയിൽ കൂടെ തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ ഇത് മുകളിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം സ്പീഡ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈന് ഓട്ടോമാറ്റിക്കലി ഞാൻ ചേഞ്ച് ചെയ്തോളൂ. നമ്മളൊന്നും അറിയണ്ട. വഴിയിലെ ട്രാഫിക് എല്ലാം സ്പീഡ് ട്രക്ക് ഇപ്പുറത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്പീഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വഴിയുടെ ഫുള്ള് വ്യൂ ഇവിടെ സ്ക്രീനിലുണ്ട്. അത് 360 ഡിഗ്രിയും എല്ലാം നോക്കിയാണ് പോകുന്നത്. സുല്ലച്ചൻ വളരെ കംഫർട്ടബിൾ ആയിട്ടായിരിക്കുന്നത്. യെസ്, വെരി കംഫർട്ടബിൾ. എന്ന് പറയുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ? യെസ്, ഡ്രൈവറാണ്, പക്ഷെ ഡ്രൈവ് ചെയ്യുന്നില്ല. ഡ്രൈവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്രൈവറാണ്, ബട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് ഇന്റർനാഷണൽ ലൈസൻസ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം കിട്ടി. അതെ, ആര് ചോദിച്ചാൽ നമുക്ക് പറയാം എന്റെ ലൈസൻസ് ഉണ്ടെന്ന് പറയാം. ഒരു ലൈൻ മാറാനായിട്ട് അത് തൊട്ട് പുറകിലൊരു വണ്ടി വന്നിട്ടുണ്ട്. അതിന് പോകാൻ വേണ്ടി അവനത് മെർജ് ചെയ്യുകയാണ്, പുറത്തേക്ക് മെർജ് ചെയ്യും. അത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ നോക്കിയപ്പോൾ ഇപ്പുറത്തെ ലൈനിലാണ് വണ്ടികളുടെ എണ്ണം കുറവ്. അത് കാരണം ഇങ്ങോട്ട് മാറി. നമ്മൾ ഏതാനും നിമിഷമൊക്കെ നമ്മൾ വരാൻ പോകുന്നത് ഫെയർ ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ട് ഫ്ലൈറ്റുകളുടെ കാര്യത്തിൽ. എയർപോർട്ടിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. കാണാൻ മുകളിൽ യുണൈറ്റഡ് ഫ്ലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ട്രാഫിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറുന്നു. വീണ്ടും
ഫസ്റ്റ് ലൈനിലേക്ക് കയറി. മനോഹരമായ ഒരു യാത്രയാണ്. ഒഹെയർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനുള്ള മുകളിൽ കൂടെ നിരവധി ഫ്ലൈറ്റുകൾ പൊങ്ങുന്നു, താഴുന്നു. ഒരേ സമയം ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിലൊന്നാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഒരു തിരക്കേറിയ റോഡ് എന്ന് പറയാം. 2 ട്രക്കുകൾ ഫ്രണ്ടിലുണ്ടായിരുന്നത് കാരണം അവൻ ഇങ്ങോട്ട് കയറി. അന്നേരം അപ്പുറത്തെ ട്രക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ വീണ്ടും അവൻ തിരിച്ച് കയറുമോ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ കയറിയിട്ട് ഇപ്പുറത്തെ കൂടെ പോയിട്ട് അവിടെ ആ ട്രക്കിന് മുമ്പിൽ കയറാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും തിരിച്ച് കയറി. അതാണ് ഈ മാഡ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ മാഡ് മാക്സ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ പല ലൈനിലും മാറി മറിച്ചും എല്ലാം പോകുന്ന ഒരു സംവിധാനമാണ്. അവൻ്റെ ലക്ഷ്യം ഏറ്റവും ഫാസ്റ്റായിട്ട് എത്തുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളവർക്ക് അതിങ്ങനെ എപ്പോഴും ലൈൻ മാറുന്നതൊക്കെ സേഫാണ്. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ സിഗ്നലിട്ട് മാറുന്നതിനേക്കാൾ സേഫായിട്ട് അവന് കൃത്യമായിട്ട് കണക്കുകൂട്ടലുകൾ നടത്തി വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മാറുന്നത്. നമ്മളാണെങ്കിൽ മുമ്പോട്ടും പുറകോട്ടും നോക്കി എല്ലാം നോക്കി വരുമ്പോഴത്തേക്ക് അതിന് മുമ്പായിട്ട് ഇവൻ കയറി പോകും. അതെ, നമ്മൾ ഇപ്പോൾ എയർപോർട്ടിനെ ക്രോസ് ചെയ്യാണ്. ഫസ്റ്റ് ലൈനിൽ വണ്ടികളുടെ എണ്ണം കൂടുതൽ, സെക്കൻഡ് ലൈനിൽ വണ്ടികളുടെ എണ്ണം കുറവായത് കാരണം ഈ കാണുന്നതാണ് നമ്മുടെ ഒഹെയർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലെ KSRTC സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് പോലെ നൂറുകണക്കിന് ഫ്ലൈറ്റുകളുള്ള നമ്മുടെ ഷിക്കാഗോയിലെ ഒഹെയർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ അടുത്തുള്ള ഡ്രൈവിംഗ് ഉണ്ട്. അത്രയും നേരം വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് അരോചകമായിരിക്കും എന്നുള്ളത് കാരണം അത് നമ്മുടെ ഇത് നിർത്തിയാണ്. വീണ്ടും ഇതിന് ബാക്കി നമ്മൾ തുടരുന്നത് ഇതിൻ്റെ ഇവിടുന്ന് ഇതുപോലെ തന്നെ ഈ എക്സ്പ്രസ് വേയിൽ നിന്ന് എക്സിറ്റ് ആകുന്ന സമയത്താണ്. അതുവരെ സുനിലച്ചൻ ഇങ്ങനെ കൈക്ക് വീശി ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചുകൊള്ളുന്നു. ഇതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് സുനിലച്ചന് അതിൻ്റെ ആ 3 മണിക്കൂർ ഡ്രൈവിൻ്റെ വണ്ടി ഓടിച്ചതിൻ്റെ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഓക്കെ, ശരി എന്നാ. ഇതാ നമ്മൾ വീണ്ടും നമ്മുടെ യാത്രയുടെ കണ്ടിന്യൂഷൻ ഇവിടെ കൊടുക്കുകയാണ്. നമ്മൾ ഷിക്കാഗോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 3.25 മണിക്കൂർ മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. 3.25 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇനി 2 മൈല് 2.2 മൈലിനുള്ളിൽ നമ്മൾ ഈ എക്സ്പ്രസ് വേയിൽ നിന്ന് എക്സിറ്റ് എടുക്കുകയാണ്. സുനിലച്ച, എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവ്? നല്ല പരിപാടിയല്ലേ? നമ്മളിങ്ങനെ ഇരുന്നു, എന്തൊക്കെ ചെയ്തു? എന്താ ചെയ്തത്? ഞാനൊരു പേരക്ക കഴിച്ചു, പേരക്കാര കഴിച്ചു, ചക്കവറുത്ത് കഴിച്ചു, വെള്ളം കുടിച്ചു, പിന്നെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടങ്ങ് പോയി. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസും എടുത്തോണ്ട് വന്നിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കയറിയിരുന്നു. പക്ഷെ വണ്ടി ഓടിച്ചില്ല. വണ്ടി ഓടിക്കാൻ ആവശ്യമില്ല. അപ്പൊ ആരും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാമല്ലോ. പോലീസ് പിടിച്ചു നിർത്തി ചോദിച്ചാൽ എനിക്ക് കാണിക്കാമല്ലോ. ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെന്ന് കാണിക്കാം. ഇപ്പൊ ഇതാ നമ്മള് ഇന്റർസ്റ്റേറ്റിലാണ്, മിഷിഗണിലാണ് നമ്മളിപ്പോൾ. നമ്മള് ഇല്ലിനോയ്, ഷിക്കാഗോ ഉൾപ്പെടുന്ന ഇല്ലിനോയ് കടന്ന് ഇന്ത്യാനയിലേക്ക് കടന്ന് ഇന്ത്യാനയും കഴിഞ്ഞ് മിഷിഗണിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് ഏകദേശം ഇനി നമ്മൾ 340 മൈലുണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ തുടങ്ങിയപ്പോൾ 340 മൈലോളം നമുക്ക് ഓടാനായിട്ടുള്ള റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം 95 മൈലിലേക്ക് എത്തിയിരിക്കുകയാണ്. 95 മൈലിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വണ്ടി ഇത് കണ്ടുപോകണം. നമ്മൾ കൃത്യം 0.5 മൈല് കഴിയുമ്പോൾ നമ്മൾ ഈ എക്സ്പ്രസ് വേയിൽ നിന്ന് വണ്ടി തന്നെ എക്സിറ്റ് എടുത്ത് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ സിഗ്നലൊക്കെ ഇട്ട് ലൈൻ മാറി, തന്നെ മെയിൻ മാറി. ഒരു ലൈനും കൂടി ഉണ്ടായിരുന്നത് അതും മാറി. ഇനി വളരെ സ്മൂത്തായിട്ട് എക്സിറ്റ് എടുക്കാൻ പോവാണ്. എക്സിറ്റ് 108ലേക്ക് എടുക്കാൻ പോവാണ്. 500 ഫീറ്റ് കഴിയുമ്പോൾ തന്നെ എടുത്ത് മനോഹരമായിട്ട് വളരെ സ്മൂത്തായിട്ട് സിഗ്നലൊക്കെ ഇട്ട്
മാറി. അച്ഛനൊന്നും ചെയ്യുന്നില്ല, അച്ഛൻ വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതാ മാർഷലില് ഫോർട്ട് വെയിൻ ഭാഗത്തേക്ക് തിരിഞ്ഞു. എല്ലാം നല്ല സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ കർവിൽ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേക്കൊക്കെ ചെയ്ത് വളരെ സ്മൂത്തായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഗരാജിൽ നിന്നാണ് തുടങ്ങിയത്. ഗരാജിൽ നിന്ന് ബാക്കപ്പ് ചെയ്ത് ഇറക്കിയത് നമ്മൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് പുൾ ഓവർ ചെയ്യുന്നത് വരെ, വണ്ടി നിൽക്കുന്നത് വരെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അച്ഛനവിടെ ഇരിക്കുന്നുള്ളൂ. ഈ 2.5 മൈൽസ് അത്രയും കൂടെ ഉണ്ട്. 2.5 മൈൽസിനുള്ളിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് അടുത്ത ടേൺ വരുന്നതാണ്. 3 മിനിറ്റ് ഒരു വഴിയിലേക്ക് നമ്മൾ ആ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇറങ്ങി അടുത്ത വഴിയിലേക്ക് മെർജ് ചെയ്ത്. ഇത് 69 എന്ന് പറയുന്ന ഒരു ഇന്റർസ്റ്റേറ്റ് ആണ്. അടുത്ത ഇന്റർസ്റ്റേറ്റിലേക്ക് മാറിയതാണ്. നമ്മൾ അടുത്തത് എക്സിറ്റ് 36ലേക്ക് കയറും. ലൈനൊക്കെ തന്നെ മാറി 0.5 മൈൽസ്. എക്സിറ്റ് 36. ഇപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഒരു ക്യാമറ ഉണ്ട്. ക്യാമറ നമ്മുടെ കണ്ണിനെ വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്. നമ്മൾ സ്റ്റിൽ ദിസ് നീഡ്സ് സൂപ്പർവിഷൻ. അതായത് മുമ്പിലേക്ക് നോക്കി സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫോൺ എടുക്കുകയോ അങ്ങനെയൊക്കെ ഡിസ്ട്രാക്ഷൻസ് വരികയാണെങ്കിൽ ഇവൻ വണ്ടി തന്നെ നമ്മളെ നോട്ടിഫൈ ചെയ്യും. ഇതാ നമ്മളിപ്പോൾ 69ൽ നിന്ന് നമ്മൾ എക്സിറ്റ് എടുത്തു. ഇപ്പോൾ കാണാം നമ്മളിപ്പോൾ ആ വഴിയിൽ നിന്ന് നേരെ ചെന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്ന കാണാം. അതായത് മിഷിഗൻ അവന്യൂ, വെസ്റ്റ് മിഷിഗൻ അവന്യൂവിൽ ലെഫ്റ്റിലേക്ക് തിരിയുകയാണ്. വഴി തെറ്റിപ്പോയി. അവിടെ തിരിഞ്ഞു പോയി. അവിടെ വഴിപണി നടക്കുന്നത് കാരണം അവനിവിടെ യു ടേൺ എടുക്കാനായിട്ട് പോകാനായിട്ടാണ് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ അവിടെ യു ടേൺ അവിടെ അനുവദനീയമല്ലാത്തത് കാരണം അവനെടുത്തില്ല. അവന് അടുത്ത ഇവിടെ യു ടേൺ എടുക്കുകയാണ്. അതിനുള്ള അവിടെ തിരിയാൻ സാധിക്കാത്ത വഴിപണി കാരണം തിരിയാൻ സാധിക്കാത്തത് കാരണം അതിനെ പറ്റിയ അടുത്ത യു ടേൺ കണ്ടുപിടിച്ച് ഇവിടെ യു ടേൺ എടുക്കുകയാണ്. അത് ആദ്യത്തെ യു ടേൺ അവിടെ ഉണ്ടെങ്കിലും അവിടെ നോ യു ടേൺ എഴുതി വെച്ചിരുന്നത് കാരണം അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ലീഗലായിട്ടുള്ള അടുത്ത യു ടേൺ എടുത്ത് ഇത് മുമ്പോട്ട് പോവുകയാണ്. വഴിപണി കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെ അവൻ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വേണമെങ്കിൽ അവൻ ഈ വഴി ഇങ്ങോട്ട് വരാമായിരുന്നു, പക്ഷേ അതവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ അതിന് ലീഗലായിട്ട് അവന് സൗകര്യമുള്ളവിടത്ത് പോട്ടെ. നമ്മൾ എന്നാലും അവന് ഇഷ്ടമുള്ള പോട്ടെ. അപ്ഡേറ്റ് ആയി കാണത്തില്ല. നമ്മൾ അത് ടെമ്പററി ആയിട്ട് അവർ ചെയ്തത് കാരണമായിരിക്കും. എനിവേ നമ്മൾ ഫുള്ളി ട്രസ്റ്റ് ചെയ്യും. വണ്ടിയെ ട്രസ്റ്റ് ചെയ്ത് പോവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. സിഗ്നൽ തെളിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ വീണ്ടും പോകുന്നു. അച്ഛൻ കൈ കൂട്ടിപ്പിടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ല. ചെയ്യാൻ പറ്റുന്നില്ല. മടി പിടിക്കും. കറങ്ങി വന്ന് അവിടെ കയറും. അതൊക്കെ എല്ലാം കൃത്യമുണ്ട്. ഇവിടെ നോ ടേൺ ലെഫ്റ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അത് കാരണമാണ് അവൻ നേരെ പോയി കറങ്ങി വരുന്നത്. അവിടെ ടേൺ ചെയ്യാൻ പറ്റില്ല. കൃത്യ കാൽക്കുലേഷൻ ആണ്. അത് അവനറിയാം എവിടെയൊക്കെ ലീഗലായിട്ടേ തിരിയുള്ളൂ. ഇതിവിടെ കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ മറ്റൊരു തിരിച്ച് യു ടേൺ എടുക്കുമ്പോൾ അപ്പുറത്തെ വഴിയിലേക്കുള്ളതെല്ലാം നോക്കി ആ വണ്ടി പോയതിന് ശേഷമാണ് തിരിയുന്നത്. ഇനി ഇവിടെ റൈറ്റ് തിരിയാനായിട്ട് പോകുന്നു. അവിടെ റൈറ്റ് തിരിഞ്ഞ് ഇതാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ.
അങ്ങോട്ടാണ് പോകണം. അവിടെ നിന്ന് വണ്ടിയെല്ലാം പോയതിന് ശേഷം അവൻ കാണാം, ഇവിടെ പുള്ളി ചെയ്യുന്ന കാണാം. ഇതാണ് ചാർജിങ് സ്റ്റേഷൻ. ചാർജിങ് സ്റ്റേഷനിലേക്ക് അവനത് പുൾ ഓവർ ചെയ്യുന്നതാണ്. ഒന്നും ചെയ്യുന്നില്ല, തന്നെ ബാക്കപ്പ് ചെയ്ത് ബാക്കപ്പ് ചെയ്ത് നല്ല കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാർജിങ് സ്റ്റേഷനിലേക്ക് കംപ്ലീറ്റ്ലി ഇവിടെ വന്ന് പാർക്ക് ചെയ്തു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ഇനി അത് ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 3.25 മണിക്കൂർ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വെറുതെ ഇരുന്ന് ഒന്നിരുന്ന്, അതായത് നമ്മുടെ അവിടുത്തെ ഗരാജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. തൊട്ട് നോക്കി പക്ഷെ അത് ചെയ്തില്ല. ബ്രേക്ക്, ആക്സിലേറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് വെറുതെ അങ്ങനെ 2 സാധനങ്ങൾ ഉപയോഗിക്കാതെ ഞങ്ങൾ അങ്ങനെ 3.25 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ചാർജിങ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിവേ, താങ്ക് യു വെരി മച്ച് ഗൈസ്, ബൈ.